ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. കൂടെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കും. സവോളയെല്ലാം ഇതുപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പം ഇതിൻ്റെ പച്ചച്ചൊവയെല്ലാം നല്ല പോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ പീസ് 150 ഗ്രാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കും. കൂടെ ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 12 സ്ലൈസ് ബ്രെഡ് എടുക്കും. ഇനി ഈ ബ്രെഡെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ബ്രെഡെല്ലാം നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250-ൻ്റെ കപ്പിനാണ് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതുപോലെ ഒരു സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നെയ്യാക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ കൂട്ടിൽ നിന്ന് പകുതി ഇതിലേക്ക് അങ്ങ് ആക്കി കൊടുക്കും. ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മസാല അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ ഇതുപോലെ അങ്ങ് വിതറി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മസാല അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്.
ഇതുപോലെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബ്രെഡിൻ്റെ കൂട്ടും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള ബ്രെഡിൻ്റെ കൂട്ടും മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച കുറച്ച് മസാലയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സോസ് പാൻ്റെ അടിയിൽ പഴയ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഫ്ലെയിം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയപ്പോഴത്തേനും ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ ചൂടായതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഒരു 1-2 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ചിക്കൻ ബോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.